ഹായ്, എല്ലാവർക്കും സുഖമാണോ? നമുക്കിന്നൊരു കുട്ടി വാലൻറ്റൈൻസ് ഡേ മേക്കപ്പ് ലുക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി വാലൻറ്റൈൻസ് ഡേ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു കുട്ടി മേക്കപ്പ് ചെയ്യാം. ഞാൻ ഓൾറെഡി എൻ്റെ സ്കിൻ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മോയ്സ്ചറൈസറും ഒരു ലിപ് ബാമും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഒരു വിറ്റമിൻ സിയുടെ സെറം കൂടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ആ ഒരു മോയ്സ്ചറൈസറൊക്കെ ഒന്ന് നമ്മുടെ സ്കിന്നിലൊന്ന് അബ്സോർബ് ആയതിനു ശേഷമാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്. ഒരു സിമ്പിൾ കുട്ടി മേക്കപ്പ് ലുക്കാണ്. നമുക്ക് ഈ ലുക്ക് എല്ലാവർക്കും എവിടെ വേണമെങ്കിലും ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ടൈപ്പ് ലുക്കാണ്. ഓക്കെ, അപ്പം ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഈ കൺസീലർ വെച്ചാൽ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആട്ടോ. ഫൗണ്ടേഷനൊക്കെ ഇടുമ്പോൾ തോന്നുന്ന ഒരു ഹെവിനെസ് ഈ ഒരു നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ ഇതിന് തോന്നത്തില്ല. ഭയങ്കര ലൈറ്റ് വെയ്റ്റാണ്. എനിക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സൊക്കെ ഒന്ന് കവർ ചെയ്തിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഫേസ് ഫുള്ള് ഞാൻ ഈ സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലർ വെച്ചിട്ടാണ് ഫുള്ള് ബ്ലെൻഡ് ചെയ്യുന്നത്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കുറേ നേരം നമ്മളിങ്ങനെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഫേസിന് എന്ന് പറഞ്ഞിരിക്കുകയല്ലേ. അപ്പം നമുക്കിവിടെയൊക്കെ ഇങ്ങനെ കഴിക്കും. എനിക്ക് കുറച്ച് ഇങ്ങനെ കഴിക്കുന്ന പോലെ തോന്നിയായിരുന്നേ. അതിന് ശേഷം ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഐഷാഡോ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം ബ്രൗൺ കളർ വെച്ചിട്ട് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു ബേജ് കളറാണ് ഐഷാഡോ ആയിട്ട് അപ്ലൈ ചെയ്യുന്നത്. ജസ്റ്റ് ലൈറ്റായിട്ട്. ഓൾറെഡി എനിക്കങ്ങനെ ഐബ്രോ ഭയങ്കര കളറായിട്ട് ഇരിക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് എങ്ങനെയാണോ എൻ്റെ ഐബ്രോസ് ഇരിക്കുന്നത് അങ്ങനെ തന്നെ ഇരുന്നാൽ മതി. ചെറുതായിട്ടൊന്ന് ഔട്ട്ലൈൻ പോലെ ഒരു ബോർഡർ പോലെ ഒന്ന് വന്നാൽ മതി. എനിക്കത്രയും കളർ ഇഷ്ടമല്ല. ഇങ്ങനെ ഭയങ്കര പെർഫെക്റ്റ് ലുക്ക് ഇഷ്ടമല്ല. ജസ്റ്റ് ഇങ്ങനെ നോർമലായിട്ട് ഇരുന്നാൽ മതി. എനിക്കതാണ് കേട്ടോ ഇഷ്ടം. ഇത് പക്ക ബേജ് അല്ല, ഇത് ബേജ് അല്ല കേട്ടോ, സോറി. ഇതൊരു ബ്രൗൺ കളറാണ്. ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് കേട്ടോ. ജസ്റ്റ് ഞാൻ എൻ്റെ ഐഷാഡോ പോലെ ഒന്ന് ജസ്റ്റ് ഒരു ലെയർ ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം ഞാനൊരു ഗോൾഡൻ കളറ് ഷിമ്മറി ഷെയ്ഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ ഐലൈനർ ഇടുന്നത്. ജസ്റ്റ് കണ്ണൊന്ന് പോപ്പപ്പായിരിക്കാനാണ് ഇടുന്നത്. നമ്മൾ ഐഷാഡോ ഇടുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൊന്ന് വലുതാവും. അതായത് ഇങ്ങനെ നമ്മുടെ കണ്ണിങ്ങനെ എറിച്ച് നിൽക്കും. അത് നല്ലതാണ് ഐഷാഡോ ഇടുന്നത്. ഒരു ചെറിയൊരു ലൈറ്റ് കളർ, ഒരു ചെറിയൊരു ഓറഞ്ച് കളറൊക്കെ നമുക്ക് ഡെയിലി ഇടുവാണെങ്കിൽ നമ്മൾ കണ്ണ് എഴുതുമ്പോൾ ഒക്കെ നല്ല ഭംഗിയായിരിക്കും കാണാൻ. വീഡിയോയിൽ എത്രമാത്രം ആ ഒരു ഗോൾഡൻ ഷിമ്മറി ഷെയ്ഡ് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ലൈറ്റ് കുറവായിരുന്നു ഓൾറെഡി. അതുകൊണ്ടാണ്. നല്ല കളറായിരുന്നു. അത്യാവശ്യം നല്ലൊരു ഷിമ്മറി ഷെയ്ഡാണ്. ഭയങ്കരമായിട്ട് ഇങ്ങനെ എറിച്ച് നിൽക്കുന്ന കളറിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ഷിമ്മറി ഷെയ്ഡാണ് കേട്ടോ ഇതിലുള്ളത്. നല്ല ഐഷാഡോ പാലറ്റാട്ടോ. ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഐഷാഡോ പാലറ്റാണ്. ഞാൻ വേണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. വിലക്കുറവാണ് സത്യത്തിൽ. ഈ ഒരു ഐഷാഡോ പാലറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാനും നമുക്ക് ബ്ലഷ് ഇടാനും നമുക്ക് ഐഷാഡോ ഇടാനും നല്ലതാണ്. സ്വിസ് ബ്യൂട്ടി കുറച്ചുകൂടെ അഫോർഡബിൾ ആട്ടോ. ഞാനിത് എന്താ പറയുക, ഒരു ബ്രാൻഡിനെ പൊക്കി പറയല്ല, നമ്മൾ കുറേ നാളുകൊണ്ട് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോസിലെല്ലാം ഞാനിത് ഒരുപാട് നാളുകൊണ്ട് യൂസ് ചെയ്യുന്നതാണ്. ബിക്കോസ് അത്രയും ഭയങ്കര കോമ്പാക്റ്റായത് യൂസ് ചെയ്യാനായിട്ട്. ഇനി ഞാനൊരു ഐലൈനർ വെച്ചിട്ട് ഒരു വിങ്ങാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ലാക്മേയുടെ ഐലൈനറാണ്. നന്നായിട്ട് എഴുതാൻ പറ്റും. നല്ലൊരു വിങ്ങാണ്, നല്ല നീട്ടിയൊരു വിങ്ങാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കണ്ണ് എഴുതുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഈ കോർണറിൽ എഴുതുമ്പോൾ, നമ്മുടെ ഇന്നർ കോർണറിൽ എഴുതുമ്പോൾ ചിലപ്പോൾ താഴത്തോട്ട് ഇങ്ങനെ പറ്റും. അപ്പം നല്ല നീറിലായിരിക്കും. അപ്പം ഞാനാണെങ്കിൽ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിഷ്യൂവോ അല്ലെങ്കിൽ നമ്മുടെ ബഡ്സോ ഇട്ടിട്ടാണ് തുടച്ചോളെ. ചിലപ്പോൾ ഞാൻ ടവലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. എഴുതിയപ്പോൾ എൻ്റെ കവളത്ത് പറ്റി, എൻ്റെ കയ്യിൽ എവിടെയോ ഐലൈനർ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും മേക്കപ്പ് ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി എന്തെങ്കിലും ഒരു ടിഷ്യൂവോ ഒരു ടവലോ അല്ലെങ്കിൽ ഒരു തോർത്തോ എന്തെങ്കിലും ഞാൻ എൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ എടുത്തുകൊണ്ട് പോയി വരും. ബിക്കോസ്
എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ തുടയ്ക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അതുള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് പറ്റിയാൽ തന്നെ നമുക്കത് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും. കണ്ണിനകത്ത് ഓൾറെഡി ഐലൈനർ പോയി. പിന്നെ അത്ര നീറിയില്ല. ചില സമയത്ത് നല്ല നീറ്റിൽ വരാറുണ്ട്. ഇന്ന് ഇപ്പം പക്ഷെ നീറിയില്ല കേട്ടോ. ഈ രണ്ട് വശത്തും ഒരേപോലെ വിങ്ങ് കിട്ടുകയെന്ന് പറയുന്നത് ഭയങ്കര ടഫസ്റ്റ് ഒരു ടാസ്ക്കാണ്. ബിക്കോസ് ഓൾറെഡി എൻ്റെ ഈ റൈറ്റ് ഐയുടെ മുകളിലായിട്ട് എനിക്ക് ചിക്കൻ ബോക്സ് വന്നതിൻ്റെ പാടുണ്ട്. അപ്പോൾ അവിടെ ചെറിയൊരു കുഴിയുണ്ട്. അപ്പം എൻ്റെ ഇടത്തെ കണ്ണിൽ എഴുതുന്ന പോലെ ആ ഒരു ഇതെനിക്ക് കിട്ടത്തില്ല വലത്തെ സൈഡിൽ. പിന്നെ ഓൾറെഡി നമുക്ക് രണ്ട് സൈഡും ഒരേപോലെ എഴുതാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുതാൻ പറ്റുന്നത് തന്നെ വലിയ ഭാഗ്യമാണ് കേട്ടോ. എനിക്ക് പറ്റാറില്ല. ഞാൻ ചിലപ്പം തുടച്ചൊരു 3-4-5 തവണ തുടച്ചിട്ടായിരിക്കും ഞാൻ എഴുതുക. പക്ഷേ ഈ തവണ എഴുതിയപ്പോൾ മാത്രം എനിക്ക് തുടയ്ക്കേണ്ടി വന്നില്ല കേട്ടോ. കറക്റ്റായിട്ട് വന്നു. കറക്റ്റായിട്ട് വെച്ചാൽ പെർഫെക്റ്റായിട്ട് വന്നു എന്നല്ല, പക്ഷേ എനിക്ക് തുടയ്ക്കേണ്ടി വന്നില്ല. സാധാരണ ഞാൻ തുടച്ചിട്ടൊക്കെ എഴുതാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ തുടച്ചിട്ടില്ല. എനിക്കെന്തായാലും അങ്ങനെ തന്നെ അങ്ങ് വയ്ക്കാൻ പറ്റി. എപ്പോഴും വലത്തെ കണ്ണിൽ എഴുതുന്നേക്കാളും ഭംഗി എനിക്ക് ഇടത്തെ കണ്ണ് എഴുതുമ്പോഴാണ് തോന്നാറ്. വലത്തെ കണ്ണ് എനിക്ക് അത്ര ഭംഗിയായിട്ട് വരാറില്ല. ഇടത്തെ കണ്ണ് എപ്പോഴും ഭംഗിയായിട്ട് തോന്നുന്നത്. അടുത്ത് നമ്മൾ ഷുഗറിൻ്റെ ഒരു റെഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. വാലൻറ്റൈൻസ് ഡേ അല്ല, അപ്പോൾ നമ്മൾ റെഡ് ഇല്ലാതെ എന്ത് ലിപ്സ്റ്റിക്ക്, റെഡ് കളർ അല്ലാതെ ഏത് ലിപ്സ്റ്റിക്ക് നമ്മൾ യൂസ് ചെയ്യും. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. എനിക്ക് റെഡ് കളർ യൂസ് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മുടെ കയ്യിലുള്ള റോസും റെഡ് കളറാണ്. അപ്പം ലിപ്പും റെഡ് കളറായിട്ട് ഇരുന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഇതെൻ്റെ ഒരു ഫ്രണ്ട് തന്ന ലിപ്സ്റ്റിക്കാണ്. ഇതൊരുപാട് അത്യാവശ്യം കുറേ ആയി തന്നിട്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറില്ല. നല്ല പിഗ്മെൻറ്റഡ് ആണിത്. നല്ല പെട്ടെന്ന് ഭയങ്കര സ്മൂത്താണ്. പക്ഷെ ലാസ്റ്റ് ചെയ്യൊന്നുമില്ല. ആ ഒരു റെഡിഷ് കളർ നമ്മുടെ ലോവർ ലിപ്പിൽ ചെറുതായിട്ട് കാണും. അപ്പർ ലിപ്പിലേക്ക് പെട്ടെന്ന് പോകും. പിന്നെ ഞാൻ ഈ ഡാസ്ലറിൻ്റെ ഈ റെഡ് കളറിൽ തന്നെ ലിപ്പ് ലൈനർ വെച്ചിട്ടാണ് ഒന്ന് ലൈനർ എഴുതി കൊടുക്കുന്നത്. ഞാനിത് ഓൾറെഡി മേടിച്ചത് തന്നെ ഒരു മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഫേസിൽ ഇതേപോലെ ഓരോന്ന് വരയ്ക്കാൻ റെഡ് കളറിൽ എന്തെങ്കിലും ഹേർട്ട് ഷേപ്പ് വരയ്ക്കാൻ വേണ്ടി മേടിച്ചത്. ഞാൻ റെഡ് കളറിൽ ലൈനർ തപ്പി പോയിട്ട് എനിക്ക് ഒരു കടയിൽ നിന്നും കിട്ടിയില്ല. അവസാനം ഞാൻ ഈ ലിപ്പ് ലൈനർ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അതിന് ശേഷം നമുക്ക് ഇത്തിരി പൗഡർ ഇടാം. കോമ്പാക്റ്റ് ഉണ്ടെങ്കിൽ കോമ്പാക്റ്റ് ഇടാം. ഞാൻ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി പൗഡറാണ് ഇഷ്ടം. കോമ്പാക്റ്റ് ഇടുമ്പോൾ നമ്മൾ കൈയൊക്കെ നമ്മൾ ഫേസിൽ ടച്ച് ചെയ്യുവാണെങ്കിൽ കയ്യിൽ ആ ഒരു കോമ്പാക്റ്റിൻ്റെ ആ ഒരു കളേഴ്സ് വരും. പൗഡർ ആകുമ്പോൾ അങ്ങനെ വരത്തില്ലല്ലോ. നല്ല മാറ്റ് ലുക്കായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ എനിക്കെപ്പോഴും ടാൽക്കം പൗഡർ ഇടുന്നതാണ് ഇഷ്ടം. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും എൻചാൻഡറിൻ്റെ തന്നെ പൗഡറാണ്. നല്ല പൗഡറാണ് കേട്ടോ. നല്ല മണവുമാണ്. എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇത് ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ട്. അതിൻ്റെ അകത്തുള്ള കെമിക്കൽസ് കൊണ്ടായിരിക്കാം. പക്ഷെ എന്തോ എനിക്കിഷ്ടമാണ് കേട്ടോ. ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ടിഷ്യൂ വെച്ച് തന്നെയാണ് ഫേസിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ബിക്കോസ് ഞാൻ ബ്രഷ് ഒന്നും എടുത്തില്ല. എൻ്റെ കയ്യിൽ ബ്രഷസ് ഒന്നും ഇല്ലായിരുന്നു. എല്ലാം എൻ്റെ ഹോസ്റ്റൽ റൂമിലാണ്. അപ്പം ഞാൻ വീട്ടിലാണ്. അപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ ബ്രഷൊന്നും ഇല്ല. സോ ഞാൻ ടിഷ്യൂ പേപ്പർ കൊണ്ട് തന്നെയാണ് പൗഡർ ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടിരിക്കും കേട്ടോ. പിന്നെ അത് ഞാൻ സെയിം ഗോൾഡൻ കളറും ഉണ്ട് നോസും പിന്നെ നമ്മുടെ ചീക്ക് ബോണും ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് തിളങ്ങിയിരിക്കാമെന്ന് വിചാരിച്ചു. സത്യത്തിൽ എനിക്ക് അവസാനം എൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഭയങ്കര ഹെവി അല്ല, ഭയങ്കര ഒരു ഹാഷ് ലുക്കല്ല, ഒരു ഈസി ലുക്കായിട്ട് ഫീൽ ചെയ്തു. എനിക്കിഷ്ടപ്പെട്ടു. നല്ല ലുക്കായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസേ എടുത്തിട്ടുള്ളൂ. ബിക്കോസ് ഞാൻ ടയേർഡായിരുന്നു. രാത്രി 12:30 എങ്ങാണ്ടായി ഈ മേക്കപ്പ് ചെയ്യുമ്പോൾ. സോ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തുള്ളൂ. അതും ഇൻസ്റ്റാഗ്രാമിലെ കുറച്ച് ഫിൽറ്റേഴ്സിലെടുത്തുള്ളൂ. അല്ലാതെ ഫോട്ടോസൊന്നും ഞാൻ എടുത്തില്ല. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. നല്ല ലുക്കായിരുന്നു. ഇനി ശേഷം നമുക്കൊരു ചെറിയൊരു ക്രിയേറ്റിവിറ്റി ചെയ്യാം. ഞാൻ കുറച്ച് പിൻട്രസ്റ്റിലൊക്കെ നോക്കിയായിരുന്നു. അപ്പോൾ കുറേ ലുക്കുകൾ കണ്ടായിരുന്നു. അപ്പോൾ അതിലൊരെണ്ണം ചെയ്തിട്ടാണ് കഴിഞ്ഞ ദിവസം ഫ്ലോപ്പായി പോയത്. അപ്പോൾ ഇത് അത്ര ഫ്ലോപ്പ് ആക്കല്ലെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. ഇത് നമ്മുടെ കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന ടൈപ്പ് ഒരു സ്റ്റാറാണ്. കുഞ്ഞ് സ്റ്റാർസാണ്. റെഡ് കളറും വൈറ്റ് കളറും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ ഞാൻ റെഡ് കളർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ.
അപ്പം നമുക്ക് സാധാരണ ഇതൊക്കെ ഫേസിൽ ഗ്ലൂ ഒക്കെ കൊണ്ട് അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ ഗ്ലൂവിന് പകരം വാസലിനാണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് കുറച്ച് നേരത്തേക്ക് മതിയല്ലോ. നമ്മളിപ്പോൾ കുറേ നേരത്തേക്കൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഡാൻസൊക്കെ ചെയ്യുവാണെങ്കിൽ ഇത് ഇളകിപ്പോകും. എനിക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് 2-3 ഫോട്ടോസ് എടുത്താൽ മതിയായിരുന്നു. സോ ഞാൻ വാസലിൻ വെച്ചിട്ട് ജസ്റ്റ് ഫേസിലൊന്നിട്ടിട്ടാണ് അതിരുന്ന് ഈ സ്റ്റാർസ് ഒട്ടിച്ചത്. അപ്പോൾ നന്നായിട്ടിരുന്നു കേട്ടോ. എനിക്ക് ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടു. ഒരു പാവം ഒരു സിമ്പിൾ ലുക്കായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയും വീഡിയോസ് കാണണമെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. താങ്ക് യു സോ മച്ച്.